Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതുവരെ ചെയ്യാത്ത ഒരു മോഡൽ പ്രോബ്ലം കൂടി ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് മുന്നായിട്ട് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്ന വീഡിയോസ് കാണാനും അറിയാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ആ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും എല്ലാമാണ് നമുക്കുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് മുന്നുള്ള വീഡിയോസ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ആദ്യമായിട്ട് എത്തുന്നതെങ്കിൽ മുന്നുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റും നമ്മൾ എല്ലാ സെമസ്റ്ററിൻ്റെയും നമ്മൾ ഒരുവിധം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4th സെം ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള സബ്ജക്റ്റ് എല്ലാം നിങ്ങൾ എൻ്റെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഫുൾ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ കാണാം. പ്രോബ്ലം പേപ്പർ പ്രത്യേകിച്ച് നമുക്കൊരു കണ്ടിന്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം മുതൽ ഫോളോ ചെയ്ത് വന്നാലാണ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. കാരണം പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് നമ്മളതിൽ പല കാര്യങ്ങൾ ഓരോ ടെക്നിക്കുകളൊക്കെ ആ സമയത്തായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഓക്കെ, നമുക്കിതിൽ ഒരു മെത്തേഡ് കൂടി നോക്കാമെന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ 2003 ഒറിജിൻ ഒബ്റ്റെയിൻ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് ഇക്വേഷൻ ഓൺ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. നമുക്ക് വേണ്ടത് എന്താ, ഇയറും വാല്യൂസൊക്കെ എടുത്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ട്രെൻഡ് വാല്യൂസ് മിസ്സിങ് ഇയേഴ്സ് ഉണ്ട് അത്ര ഇവിടെ. കാരണം ഇവിടെ ശ്രദ്ധിക്കൂ, 99 കഴിഞ്ഞിട്ട് പിന്നെ 2000 ഇല്ല. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 ഇല്ല. അപ്പം നമുക്ക് ഈ 3 ഇല്ലാത്ത വർഷങ്ങളുടെയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാലോ. y = a+bx ആണ്. ചെയ്യേണ്ട വിധമൊക്കെ ഇനി എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? 2003 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് കോളം കണ്ടു. t - 1964 അല്ല കേട്ടോ, ഇവിടെ 2003 ആണ്. ഇതിൽ തെറ്റുണ്ട്. അപ്പോൾ ഈ മിസ്റ്റേക്ക് അതുകൊണ്ടാണ് പറയുന്നത്, വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം പറയുന്നത്. കാരണം 2003 എടുക്കുമ്പം 99 - 3 വരുമ്പോഴല്ലേ -4 വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. ടെക്സ്റ്റിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ പറയുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പൊയ്ക്കോളുക. ഇനി അതിനനുസരിച്ച് നമ്മൾ മൈനസ് ചെയ്തു, അതിൻ്റെ വാല്യൂസൊക്കെ കിട്ടി. ഇനി XY കാണാണ്. XY പറയുമ്പോൾ ഇത് എക്സ് വാല്യൂ ആണ്, x × y ആണ്. ഓക്കെ, അടുത്ത x² എന്ന് പറയുമ്പം നമുക്ക് ഇതാണ് എക്സ് കോളം, അതിൻ്റെ എല്ലാം സ്ക്വയർ കാണാം. അപ്പോൾ ടോട്ടൽ ചെയ്യാം. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഈ x എന്ന് പറയുന്ന കോളം 0 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ് കിട്ടിയിരിക്കുന്നത്. 1 കിട്ടുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് ഈ ലൈൻ ഓഫ് ഡസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ലീനിയർ ട്രെൻഡ് കാണുമ്പോൾ തന്നെ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. σy = NA + σbx ഉം σxy = A σx + B σx². അപ്പോൾ ഇതേപോലെ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. σy എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് 1120 = NA എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 7 വർഷമാണ് ഇവിടെ. അപ്പോൾ 7 × എയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കാനാണല്ലോ നമ്മളിത് സോൾവ് ചെയ്യുന്നത്. പ്ലസ് ബിയുടെ വാല്യൂ അറിയില്ല. σx നമുക്കറിയാം എത്രയാണ്, 1 ആണ് അല്ലേ? 1 ആണ് σx എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇക്വേഷൻ എന്താ, σxy = A σx + B σx². അത് അതേപോലെ എഴുതുക. σxy 412 = എയുടെ വാല്യൂ അറിയില്ല, × 1 ആണ്. σx എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് ബി × σx². എന്ന് പറയുന്നത് 51 ആണ്. അപ്പം നമ്മളിവിടെ ഈ 2 ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ ഇവിടെ കണ്ടുപിടിക്കണം. എയുടെയോ ബിയുടെയോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ നമുക്ക് എയും ബിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്കൊരു ഡിജിറ്റായിട്ട് 7 കാണുന്നുണ്ട്. അപ്പോൾ ഈ 7 കൊണ്ട് ഈ ഒരു ഇക്വേഷനും കൂടി ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. എന്നാലേ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്, 1120 = 7a + b × 1. അത് അങ്ങനെ തന്നെ എഴുതുക.
അടുത്ത ഇക്വേഷനെ നമ്മൾ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്തിനാ അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ ഇവിടെ മാത്രമാണ് ഒരു ഡിജിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് എയോ ബിയുടെ വാല്യൂ കാണണമെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായി മാറും? 7a പ്ലസ് 7നെ 51 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം 357 ബി എന്നാവും. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എന്താണ് അപ്ലൈ ചെയ്യുമ്പോൾ 7a ഈ ഇക്വേഷനാട്ടോ 7a പ്ലസ് ബി ഇൻറ്റു 1 പറയുമ്പോൾ ബി എന്നല്ലേ ഉള്ളൂ ഈക്വൽ ടു 1120. രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പം 7a പ്ലസ് 357 ഇൻറ്റു ബി എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 7aയും എന്തായി കട്ടായി പോയി അല്ലേ? അപ്പോൾ അത് കട്ടായി പോയി കഴിഞ്ഞപ്പം അത് മൈനസ് ചെയ്യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം 2 7a വരുമ്പോൾ അത് ക്യാൻസൽ ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അത് കട്ടായി പോയി. ഇനി അടുത്തത് ബി മൈനസ് 357 ബി എന്നല്ലേ? അപ്പോൾ ഒരു ബി ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് മൈനസ് ചെയ്യുമ്പോൾ 356 ബി ആയി. പിന്നെ 2884 1720 ഇവ തമ്മിൽ മൈനസ് ചെയ്യുമ്പം 1764. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഇതിനെ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്തത്. മൈനസ് ചെയ്തപ്പം കിട്ടിയ വാല്യൂ. അപ്പം 356 ബി എന്ന് പറയുന്ന 1764 അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? 1764 ഡിവൈഡഡ് ബൈ 356 4.96 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ എന്ത് മാത്രം കണ്ടുപിടിച്ചു? ബി മാത്രം കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് വെച്ച് എയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എന്താ നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്? ഇവിടെ ശ്രദ്ധിക്കൂ. ഇതിൽ ഏത് ഇക്വേഷനിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് 412 ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബിയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ 4.96 ഇൻറ്റു 51 അല്ലേ? അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 412 മൈനസ് 51 ബി ഈക്വൽ ടു 413. 51 ബി ഈക്വൽ ടു 413 മൈനസ് 51 ഇൻറ്റു 4.96 ഈക്വൽ ടു 412 മൈനസ് ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തിരിക്കുന്നത് 252.96. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 159.04. അപ്പോൾ നമുക്ക് ആ ഒരു ആൻസറാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലാണ് കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ എ ഇൻറ്റു 1 എ. അപ്പോൾ എനെ മാത്രം ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് എന്ത് വരും? 412 മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് 51 ബി. 51 ബി എന്ന് പറഞ്ഞാൽ 51 ബിക്ക് ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ 51 ഇൻറ്റു 4.96. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അത് 412 മൈനസ് ചെയ്യുമ്പോൾ 150. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് ഈസ് വൈ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ 159.04 പ്ലസ് ബി എക്സ്. ബിയുടെ വാല്യൂ 4.96 എക്സ്. ഇനി ഈ എക്സിനാണ് നമ്മൾ എന്ത് വാല്യൂസ് കൊടുക്കുന്നത്? ഈ വാല്യൂസ് കൊടുക്കുന്നത് 4 2 അങ്ങനെയുള്ള വാല്യൂസ് കൊടുക്കുക. അത് നമുക്കറിയാലോ, കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയർ ഇവിടെ 2000 മുതൽ 2006 2007. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നതിൽ ചില വർഷങ്ങൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. 2000 2006 2007 ഈ 3 വർഷത്തെ വാല്യൂ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, 950 വാല്യൂ -4 ആണ്, 2001 -2 ആണ്. അപ്പോൾ 2000 വാല്യൂ എത്രയായിരിക്കും? എക്സ് വാല്യൂ -3 ആണല്ലോ. അതേപോലെ 2006 വാല്യൂ എന്ന് പറയുന്നത് 5ൽ 2 ആണെങ്കിൽ 6ൽ 3 ആയിരിക്കും, 7ൽ 4 ആയിരിക്കും, 8ൽ 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂസ് ഇപ്പോൾ കിട്ടി. 2000, 6, 7 ഒക്കെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. കാരണം ആദ്യത്തേത് -3 ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. 159.04 പ്ലസ് 4.96 ഇൻറ്റു -3 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. 2006 നമുക്ക് +3 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. 2007 4 അല്ലേ ഉണ്ടായിരുന്ന എക്സ് വാല്യൂ. അപ്പോൾ അത് തമ്മിൽ ചെയ്യുമ്പോൾ 178.88. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതുവരെ പ്രോബ്ലം ചെയ്തപ്പോൾ എക്സ് വാല്യൂ 0 ആയിരുന്ന സമയത്ത് ചെയ്ത ഇക്വേഷനും എക്സ് 0 അല്ലാതെ വരുമ്പം നമ്മൾ ആദ്യം പഠിച്ച ഈ ഇക്വേഷൻ ഇങ്ങനെ മാത്തമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്തിട്ടാണ്
ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നമുക്ക് അടുത്ത വാല്യൂ കാണാം. അത് വെച്ച് നമുക്ക് ട്രെൻഡ് വാല്യൂ കാണാം, മിസ്സിംഗ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ കാണാം, പ്രെഡിക്റ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അതാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടിയിട്ട് നമ്മൾ ഇവിടെ തന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ദ ട്രെൻഡ് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇവിടെ എന്താ സുഖം എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഇയറും അതേപോലെ എക്സും എക്സ് വൈയും വൈ സ്ക്വയറും ഒന്നും കാണേണ്ട ആവശ്യമില്ല. എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എൻ 8 തന്നിട്ടുണ്ട്, സിഗ്മ വൈ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേ വേണ്ടൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒരു 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതി y = a + bx എന്നറിയാം. സിഗ്മ എക്സ് 0 ആണ് അല്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ ഇക്വേഷനിൽ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷനിലേക്ക് ആക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ സിഗ്മ y = എന്തായിരിക്കണം ഇക്വേഷൻ na + b സിഗ്മ എക്സും സിഗ്മ എക്സ് വൈ = a സിഗ്മ എക്സ് + b സിഗ്മ എക്സ് സ്ക്വയറും ആണ് ഇക്വേഷൻ. ഇനി ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഓരോന്നിനും. അപ്പോൾ എന്താണ് സിഗ്മ y പറഞ്ഞാൽ 47.8 = എന്താണ് NA എന്ന് പറഞ്ഞാൽ എന്താണ് n എത്രയാണ് 8 ആണ്. 8 × a അതാണ് 8a പ്ലസ് b സിഗ്മ എക്സ്, ബിയുടെ വാല്യൂ അറിയില്ലല്ലോ. അപ്പോൾ b × സിഗ്മ എക്സ് എത്രയാണ് -12. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണല്ലോ, ഇതിൽ അപ്ലൈ ചെയ്യുക. സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 67.4 = a സിഗ്മ എക്സ്, a നമുക്കറിയില്ല, സിഗ്മ എക്സ് -12 ആണ്, പ്ലസ് b സിഗ്മ എക്സ് സ്ക്വയർ, b × സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ് 60 ആണ്. അപ്പോൾ നമ്മളിത് ചെയ്തപ്പം കിട്ടിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. കാരണം മൾട്ടിപ്ലൈയിങ് 1 × 5 ആദ്യത്തെ ഇക്വേഷനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 5 × 8 40a പ്ലസ് b × -12 × 5 അതായത് 60b. ഓക്കെ, ഇൻറ്റു ഇതിനെയും നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. എല്ലാറ്റിനെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. 5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് കിട്ടിയ ആദ്യത്തെ ഇക്വേഷനാണ് ഇത്. അപ്പോൾ 40a - 60b = 239 എന്ന് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ -12a + b 60b. എന്തിനാണ് നമ്മൾ 5 കൊണ്ട് ചെയ്ത് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ ക്യാൻസൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് എയോ ബിയോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലുള്ളതാണ് അവിടെ ഉള്ളത് നോക്കുക. അപ്പോൾ അതേ ഡിജിറ്റ് കൊണ്ട് നമ്മൾ മറ്റേ ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഓൾറെഡി 60b ഉണ്ട് അല്ലേ. അപ്പോൾ 60b ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇതിനെ എന്ത് ചെയ്താൽ മതി, 5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഫസ്റ്റ് ഇക്വേഷനെ ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ -12a + 60b എന്ന് ഇവിടെ കിട്ടി. ഇപ്പോൾ 2 60 ആയില്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ b നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. മറ്റേ ക്വസ്റ്റ്യൻ നമ്മൾ a ആണ് ക്യാൻസൽ ചെയ്ത് തോന്നുന്നു. അപ്പം അല്ല, അവിടെ a തന്നെയാണ് കണ്ടുപിടിച്ച് b ക്യാൻസൽ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്യാൻസൽ ആയി പോകണമെങ്കിൽ ഒന്ന് മൈനസും പ്ലസ്സും ആണ്. അപ്പോൾ ക്യാൻസൽ ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ 40 - 12. ഇവിടെ എന്തുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല, അവിടെ മൈനസ് ഫിഗറാണ്. അപ്പോൾ മൈനസ് ഫിഗർ വരുമ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കണം. അപ്പോൾ 28a ആണ് വന്നത്. ഇവിടെ 239 + 67, ഇത് രണ്ടും പോസിറ്റീവ് സംഖ്യകളായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 306 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യും, 28a ആണ് 306.4 എങ്കിൽ a കാണാൻ എന്ത് ചെയ്താൽ മതി, 306/28 ചെയ്താൽ മതി. 28 എന്നുള്ളതിൽ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 2 രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -12 കണ്ടോ, -12a × a എന്ന് പറയുന്നത് ഇത് തമ്മിൽ 306/28 ചെയ്യുമ്പോഴാണ് 10.94 കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 60b അങ്ങനെ തന്നെ എഴുതി = 67.4. അതൊക്കെ ആ ഇക്വേഷനിൽ അങ്ങനെ തന്നെ എഴുതി. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമ്മൾ 60b, ഇപ്പോൾ ബിയുടെ വാല്യൂ അല്ലേ കാണുന്നത്, അപ്പോൾ അതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. 60b = ഇത് വരും 67.4 പ്ലസ് ഇതിങ്ങോട്ടേക്ക് ഈ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരില്ല. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്ത് 12 × 10.94 ഇൻറ്റു ചെയ്ത് കിട്ടുന്നതിനെ നമ്മൾ ഈ സമത്തിൻ്റെ ലെഫ്റ്റിലുണ്ടായിരുന്ന സാധനത്തിനെ സമത്തിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതെന്തായി മാറിയത്, പ്ലസ് ആയി മാറി. പ്ലസ് ചെയ്തപ്പോൾ 198.68 കിട്ടി. അങ്ങനെ 60b ആണ് എന്ത്, 198.68. അപ്പോൾ അതൊന്ന് ബിയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 198.68 / 60. അപ്പോൾ നമുക്ക് 3.31 കിട്ടിയത്. അപ്പോൾ ഇവിടെ ട്രെൻഡ് ഇക്വേഷൻ എന്തായി,
അപ്പോൾ എയുടെ വാല്യൂവും കിട്ടി, ബിയുടെ വാല്യൂവും കിട്ടി. എയുടെ വാല്യൂ പറയുമ്പോൾ 10.94, ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 3.31. ഇങ്ങനെയും നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 പ്രോബ്ലം മറ്റേ മോഡലുമായി ഈ മോഡലുമായി, പിന്നെ ഡയറക്റ്റ് ഈ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൂടെ കിട്ടി. ഇനി ഒരൊറ്റ കാര്യം കൂടിയേ ഉള്ളൂ, ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം. നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില പോയിന്റുകളെ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ എനെ മാറ്റിയിട്ട് ദ വാല്യൂ ഓഫ് എ വിൽ ചേഞ്ച്, ബി മാറില്ല എ മാറ്റാം. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല, ആ ഇക്വേഷനിൽ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് കെ, അവിടെ എക്സ് പ്ലസ് കെ എന്നൊരു വാക്കും കൂടി അവിടെ വരുന്നുള്ള ഒരു കെ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് പോസിറ്റീവായ സംഖ്യകളാണെങ്കിൽ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ പോസിറ്റീവും, ബാക്ക്വേർഡിലേക്കാണ് വരുന്നതെങ്കിൽ നെഗറ്റീവും ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതാണ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുക, ഒറിജിൻ ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഇക്വേഷൻ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നുള്ളതിന് എന്താവും, ബി ഇൻറ്റു എക്സ് പ്ലസ് കെ എന്നുമായിട്ട് മാറും. അത് ഈ ഒരു ഒറ്റ പ്രോബ്ലം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ട്രെൻഡ് ഇക്വേഷൻ ഉണ്ട്, y ഈക്വൽ ടു 21 പ്ലസ് 12x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ 2000 ആണ് 0. ഫൈൻഡ് ദ ട്രെൻഡ് ഇക്വേഷൻ ഷിഫ്റ്റിംഗ് ദ ഒറിജിൻ ടു 98. 2000 0 ആണ്. അപ്പോൾ നമ്മളോട് 98 പറഞ്ഞാൽ 2000 മുകളിലല്ലേ 98 വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായി, അത് നെഗറ്റീവ് ഫിഗർ ആണ് അല്ലേ. അപ്പോൾ അത് -2 ആണ് പറയുക. -2x -2 എന്നുള്ളതാണ് അവിടെ പറയേണ്ടത്. ക്ലിയർ ആയല്ലോ. 2000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞത് 98 ആണ്. അപ്പോൾ അതിന് മുന്നുള്ള വർഷം ആയതുകൊണ്ട് അതിന് മുന്നിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ഫിഗറും, ഇപ്പോൾ 2000 പകരം 2002 ആണ് കാണാൻ പറഞ്ഞെങ്കിലോ +2 ആയിരിക്കും. ഓക്കെ, നമ്മൾ സാധാരണ ടി കാണാറില്ലേ, ടി കാണുമ്പോൾ എന്താ ചെയ്യാറുള്ളത്, ഫസ്റ്റ് വർഷം മൈനസ് നമ്മൾ സെലക്ട് ചെയ്ത വർഷമല്ലേ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ 2000 0 ആണെങ്കിൽ 98 പറയുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ എന്താവും, -2 അല്ലേ വരിക. 98 - 2000 പറയുമ്പോൾ -2 അല്ലേ വരിക. അതാണ്, അത്രയേ ഉള്ളൂ, x -2. അപ്പോൾ ആ വാല്യൂ കൊടുക്കുക, y ഈക്വൽ ടു 21 പ്ലസ് 1.2 ഇൻറ്റു എക്സ് -2. കാരണം ഈ ഇക്വേഷൻ തന്നെയാണ് എക്സ് പ്ലസ് കെ എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ നമുക്ക് 98 എന്നുള്ള മൈനസ് ഫിഗർ ആണ്, അപ്പോൾ -2 ആണ് കൊടുത്തത്. അത് സോൾവ് ചെയ്യുമ്പോൾ 18.6 പ്ലസ് 1.2x കിട്ടും. അത്രയേ ഉള്ളൂ. ഇതിലും ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒറിജിൻ 1999 പറയുന്നുണ്ട്. എക്സ് യൂണിറ്റ് 1 ഇയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ദ ഒറിജിൻ ഓഫ് ദ ഇക്വേഷൻ 2005 മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 99 2005 മാറ്റാൻ പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 99 നിന്ന് 2005 മാറുന്നത്. അപ്പോൾ നമുക്കവിടെ കൂടി വരികയല്ലേ ചെയ്യും. 2005 എന്ന് പറയുമ്പോൾ 10, 11, 12, 99, 2000, 2001, 2002, 2003, 2004, 2005. അപ്പോൾ 6 വരിക. അപ്പോൾ ഇവിടെ x + 6 ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെ. എയുടെ വാല്യൂ ഇവിടെ അത് തന്നിട്ട് 35 + 5x അല്ലേ, 5 ഇൻറ്റു എക്സ് പ്ലസ് 6 പ്ലസ് 3x², 3 ഇൻറ്റു എക്സ് പ്ലസ് 6². അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ അതേപോലെ അപ്ലൈ ചെയ്യുക. ഇവിടെ കാണേണ്ടത് എക്സിൻ്റെ അവിടെ x + 6 മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ 99 നിന്ന് 2005 ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 6 വരുന്നത്. ബാക്കി ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ വർഷം എടുക്കുമ്പം ഇവിടെ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ 95 ഒറിജിനാന്ന് പറയുന്നുണ്ട്, 2000 ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ 5 വർഷമാണ് വരിക. 2095 നിന്ന് 2000 വരുമ്പോൾ x + 5 വരിക. അപ്പോൾ ഇക്വേഷൻ സെയിം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത് y ഈക്വൽ ടു 15.6 മൈനസ് 0.4. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, x + 5. കാരണം ഇവിടെ നമുക്ക് 5 ഡിഫറൻസ്. അപ്പോൾ x + 5 പ്ലസ് 0.9 ഇൻറ്റു x + 5 ഹോൾ സ്ക്വയർ വരും. അതേ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ഇത് വരുന്നത്. ഇനി നമ്മൾ സെക്യുലർ ട്രെൻഡിനെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചത്. അപ്പോൾ എന്താണ് അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് കൃത്യമായി തന്ന ഒരു ഡാറ്റയുടെ അല്ലെങ്കിൽ സീരീസിൻ്റെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്ത് പാസ്റ്റിലത്തെയും ഫ്യൂച്ചറിലത്തെയൊക്കെ വാല്യൂസൊക്കെ നമുക്ക് അറിയാൻ പറ്റാം. അതേപോലെ എത്രത്തോളം സീസണൽ സൈക്ലിക്കൽ ഇറഗുലർ ഫോഴ്സസ് ഒക്കെ ഇതിൻ്റെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ള ഒറിജിനൽ വാല്യൂവിനും ഒബ്സർവ്ഡ് വാല്യൂ തമ്മിൽ
ആ ഡിഫറൻസ് ഒക്കെ എത്ര വരും നമുക്ക് അറിയാൻ പറ്റുക. ഓൺ ദ ബേസ് ഓഫ് ട്രെൻഡ് വി ക്യാൻ ഫോർകാസ്റ്റ്. ഇതിൻ്റെ ബേസിൽ നമുക്ക് ഫ്യൂച്ചർ ബിഹേവിയർ കൂടിയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാനും അതുപോലെ പാസ്റ്റ് ബിഹേവിയറിനെ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ അവിടെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമ്മൾ തരാത്ത വർഷത്തേക്ക് നമ്മൾ കണ്ടുപിടിച്ചില്ലേ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ. 99 വരെ തന്നിട്ടുള്ളൂ, പക്ഷെ നമ്മളത് വെച്ച് 2002 2003 ഒക്കെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് സെക്യുലർ ട്രെൻഡ് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ലീനിയർ ട്രെൻഡ് എന്നുള്ള ആ ഒരു പോർഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോൺ ലീനിയറും കൂടിയേ ഉള്ളൂ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുതേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് വാക്കുകളിലൂടെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നത് വെച്ചാൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.